പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ഒരു ക്ലാസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സർവനാമങ്ങളും പ്രത്യയങ്ങളും നമ്മൾ ചേർക്കുന്നത് ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്കറിയാം സർവനാമങ്ങള് മേം എന്ന സർവനാമം അല്ലെ, മേം എന്ന സർവനാമം ഉണ്ട്. അതേപോലെ നീ എന്ന സർവനാമം ഉണ്ട്. അതേപോലെ നിങ്ങൾ എന്ന സർവനാമം ഉണ്ട് അല്ലെ. യഹ്, വഹ്, ഏക്, വേ, ഹമ്മ, ജോ തുടങ്ങിയിട്ടുള്ള സർവനാമങ്ങളുണ്ട്. ഈ സർവനാമങ്ങളുടെ കൂടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല മാഷ് പറഞ്ഞുതരാണ്. ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നോക്കിക്കോളാം. യഹ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് യഹ് എന്തായിട്ട് മാറുകയാണ്? ഇസ്സായിട്ട് മാറുകയാണ് അല്ലെ. എന്തായിട്ട് മാറുകയാണ്? ഇസ്സായിട്ട് മാറുകയാണ് അല്ലെ. ഇനി നോക്കുക, വഹ് എന്തായിട്ട് മാറുകയാണ്? ഉസ്സായിട്ട് മാറുകയാണ് അല്ലെ. ഒന്നുകൂടി പറയുന്നു, വഹ് എന്തായിട്ട് മാറുകയാണ്? ഉസ്സായിട്ട് മാറുകയാണ്. ഗുഡ്. ഇനി നോക്കുക, ഏ എന്ന് വരുന്നു അല്ലെ. ഏയുടെ മീനിങ് അറിയാമോ? ഓർമ്മയുണ്ടോ? ഇവർ, ഇവ, ഇദ്ദേഹം അല്ലെ. ഒന്നുകൂടി പറയാ, ഇവ, ഇവർ, ഇദ്ദേഹം അല്ലെ. ഇനി നോക്കാം, അതെന്തായിട്ട് മാറുന്നത്? ഇൻ എന്നായിട്ട് മാറുകയാണ് അല്ലെ. ഇൻ എന്നായിട്ട് മാറുന്നു. ഇനി നോക്കുക, വേ എന്നതിന് എന്തൊക്കെയാ മീനിങ് പറഞ്ഞിരിക്കുന്നത്? ഓർമ്മയുണ്ടോ? അവ, അവർ, അദ്ദേഹം അല്ലെ. അത് എന്തായിട്ട് മാറുകയാണ്? ഉൻ എന്നായിട്ട് മാറുകയാണ് അല്ലെ. ഇത് നോക്കുക നിങ്ങള്, യഹ് ന്റെ കൂടെ നമ്മള് ഇസ് അല്ലെ, ഇസ്സായിട്ട് മാറി. അപ്പൊ അതിന്റെ കൂടെ നമ്മള് ബാക്കിയുള്ള പ്രത്യയങ്ങൾ ചേർക്കുകയാണ് അല്ലെ. ഏതൊക്കെയാ പ്രത്യയങ്ങള്? ക, കെ, കി, കോ, മേ, സേ, പർ തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങൾ നമ്മൾ ചേർക്കുകയാണ്. അത് ചേർക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഇസ് ക അല്ലെ. യഹ് പ്ലസ് ക എന്തായി മാറുന്നു? ഇസ് ക എന്നായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ യഹിന്റെ കൂടെ എല്ലാ പ്രത്യയങ്ങളും ചേർക്കുകയാണ്. അപ്പൊ എന്ത് മാറുന്നു? ഇസ് ആയിട്ടാണ് അത് മാറുക. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. ഞാൻ എഴുതുന്നതിന് മുമ്പ് ഒന്ന് പറയാം. യഹ് പ്ലസ് ക ഇസ്ക അല്ലെ. യഹ് പ്ലസ് കെ ഇസ്കെ, ഇസ്കി, ഇസ്കോ, ഇസ്സേ, ഇസ്മേം, ഇങ്ങനെ ഇസ്നെ, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ മാറുന്നു. ഇനി വഹു വരുമ്പോ എന്താ വരുന്നത്? വഹു വരുമ്പോ എന്താ വരുന്നത്? ഉസ്സായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ എന്താ വരിക? ഉസ്ക അല്ലെ, ഉസ്കെ, ഉസ്കി, ഉസ്കോ അങ്ങനെ മാറുന്നു അല്ലെ. നോക്കൂ, ഏ വരുമ്പോ എന്താ വരുന്നത്? ഇൻക, ഇൻകെ, ഇൻകി. അപ്പൊ ഇവയുടെ, ഇവരുടെ അല്ലെ, ഇദ്ദേഹത്തിന്റെ എന്ന രീതിയിലേക്ക് മാറുകയാണ് അല്ലെ. നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട ഏരിയ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെയുള്ളത് ബാക്കിയുള്ളത് എന്താ നോക്കൂ നമ്മള്. ഇനി നോക്കുക, ഇനി യഹ് അല്ലെ, യഹ് പ്ലസ് കോ എന്ന് മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാണ്. ഒരു പ്രത്യേകമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. നോക്കുക, ഇസ്കോ നോക്കൂ, ഇസ്കോ അല്ലെങ്കിൽ ഇസേ എന്ന് വരികയാണ്. ഇസ്കോ അല്ലെങ്കിൽ ഇസേ എന്ന് വരികയാണ്. ഇത് നോക്കുക, വഹ് പ്ലസ് കോ നോക്കുക. അപ്പൊ നോക്കുക എന്താ വരുന്നത്? ഉസ് വരും അല്ലെ. വഹ് വരുമ്പോ ഉസ് വരണ്ടേ. അപ്പൊ ഉസ്കോ അല്ലെങ്കിലോ ഉസേ എന്ന് വരികയാണ് അല്ലെ. നോക്കുക, ഇനി അടുത്തത് വേറെ എവിടെ എഴുതുകയാണ് നോക്കിക്കോളാ. എ എന്ന് വരുന്നു. എ പ്ലസ് കോ എന്ന് ചേർക്കുകയാണ്. അപ്പൊ എന്താ വരിക നോക്കുക നിങ്ങള്? ഇൻകോ. എന്താ വരുന്നത്? ഇൻകോ. വേറെ ഒരെണ്ണം കൂടി വരും. ഏതാണ്? ഇൻഹേം എന്ന് വരും കേട്ടോ. ഇൻഹേം എന്നാണ് എഴുതുക. ഇത് നോക്കുക, വേ പ്ലസ് കോ അല്ലെ. എന്താണ് വരിക? ഉൻ. വേ വരുമ്പോ നമ്മൾ പഠിച്ചു അല്ലെ. എന്താ പഠിച്ചത്? ഉന്ന് വരും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഉൻകോ അല്ലെങ്കിൽ ഉൻഹേം എന്ന് നമ്മൾ ചേർക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ ഇതിന്റെ മീനിങ്? എന്താ വരുന്നത്? യഹ് പ്ലസ് കോ ഇസ്കോ അല്ലെങ്കിൽ ഇസേ. വാട്ട് ഈസ് ദി മീനിങ്? എന്താ മീനിങ്? ഇതിന്, ഇവൾക്ക് അല്ലെ, ഇവന് എന്നാണ് മീനിങ്. ഇതോ ഉസ്കോ ഉസയുടെ എന്താ മീനിങ് വരുന്നത്? അവൾക്ക്, അവന്, അതിന് എന്നാണ് മീനിങ് വരുന്നത് അല്ലെ. ഇനി നമ്മൾ ഇവിടെ നോക്കുക, ഇൻകോ അല്ലെങ്കിൽ ഇൻഹേം എന്താ മീനിങ് വരിക? ഇവയ്ക്ക്, ഇവർക്ക്, ഇദ്ദേഹത്തിന് എന്നാണ് മീനിങ് വരിക അല്ലെ. ഇവിടെ നോക്കുക, അവർക്ക്, അവയ്ക്ക്, അദ്ദേഹത്തിന് എന്നാണ് മീനിങ് വരിക അല്ലെ. അപ്പോ നിങ്ങൾ മിടുക്കനായിട്ട് പഠിക്കണം, നന്നായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇതൊരു ചെറിയ ഒരു ഷോർട്ടായിട്ട് എടുത്ത ഒരു ക്ലാസ് ആണ്. ഇനി ഇതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു 5-10 മിനിറ്റോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ഒരു ക്ലാസ് ആക്കി ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയും ലെറ്റർ റൈറ്റിംഗ് കേട്ടോ, ഡയറി റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള, വാർത്താലാപം തുടങ്ങിയിട്ടുള്ള ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു കാഴ്ചയിൽ കണ്ടുപോകാവുന്ന, മനസ്സിലാക്കി പോകാവുന്ന തരത്തിലേക്ക് ഇത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇത്തരം വീഡിയോസ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ കുഞ്ഞു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.